നീ പുറത്തു വിട്ടല്ലോ വർത്താനം. ഏഴക്കരനാട് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ചെങ്കല്ല് വെട്ടിയ വാഹനങ്ങൾ അത് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ SSLC ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയിട്ടുള്ള പേര്, ആ പേര് തന്നെയാണ്, ആ ആള് തന്നെയാണ് നിന്റെ പിതാവെങ്കിൽ ആ ഭാഗം നീ പുറത്തുവിട. സജികുമാറിനെ വെല്ലുവിളിക്കും. രാവിലെ 9:50 എടുക്കുന്ന വണ്ടി 1:30 മണിയായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? സംഭവം. അതുകൊണ്ടാണ് ഞാനപ്പോ ചോദിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞത് രണ്ടാമത്തെ വണ്ടി ലോഡാണെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ രണ്ടാമത്തെ ലോഡിന്റെ പാസ് എവിടെ? അത് ഈ ഒരു പാസേ ഉള്ളൂ. അതുകൊണ്ടാണ് വണ്ടി ഞങ്ങൾ സ്റ്റേഷനിലോട്ട് മാറ്റിയത്. അതുകൊണ്ടാണ്, അതാണ് അതിന്റെ കാരണം. മനസ്സിലായില്ലേ? സമാധാനം പറയേണ്ടി വരും കേട്ടോ. ഭീഷണി കോൾ പുറത്തു വന്നതിന് പിന്നാലെ രാമമംഗലം CI സജികുമാറിനെ പരസ്യമായി അച്ഛനെ വിളിച്ച് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്. പിന്നാലെ ചെങ്കല്ല് ലോബിക്കായി ഏരിയ സെക്രട്ടറി മുമ്പും CIയെ ഭീഷണിപ്പെടുത്തിയതിന്റെ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവന്നു. ഏതാനും ദിവസം മുമ്പാണ് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് രാമമംഗലം SHO സജികുമാറിനെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നത്. വിളവെടുക്കരുതെന്നായിരുന്നു PB രതീഷിന്റെ ആജ്ഞ. സംഭവം വിവാദമായതോടെ ഏഴക്കര നാട്ടിൽ പരസ്യയോഗം വിളിച്ചാണ് CIക്കെതിരായ അധിക്ഷേപവും അച്ഛന് വിളിയും. SSLC ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് ആളുണ്ടെങ്കിൽ താൻ ചെങ്കല്ല് ലോബിക്കായി CIയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ പുറത്തുവിടാനായിരുന്നു പരസ്യമായ വെല്ലുവിളി. ഞാൻ വിളിച്ച ഫോൺ സംഭാഷണം പുറത്തുവിട. നീ പുറത്തു വിട്ടല്ലോ വർത്താനം. ഏഴക്കരനാട് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ചെങ്കല്ല് വെട്ടിയ വാഹനങ്ങൾ അത് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ SSLC ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയിട്ടുള്ള പേര്, ആ പേര് തന്നെയാണ്, ആ ആള് തന്നെയാണ് നിന്റെ പിതാവെങ്കിൽ ആ ഭാഗം നീ പുറത്തുവിട. സജികുമാറിനെ വെല്ലുവിളിക്കും. വെല്ലുവിളിക്ക് പിന്നാലെ ചെങ്കല്ല് ലോബിക്കായി ഏരിയ സെക്രട്ടറി CIയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ തെളിവും പുറത്തുവന്നു. ചെങ്കല്ല് കടത്തിയ പാസില്ലാത്ത വണ്ടികൾ വിടാത്തതിന് സമാധാനം പറയേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. പാസില്ലാത്തതുകൊണ്ടാണ്, പാസില്ലാത്ത വണ്ടിയാണ്. പാസില്ലാത്ത വണ്ടിയാണ്, അതുകൊണ്ടാണ് പിടിച്ചത്. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനപ്പോ ചോദിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞത് രണ്ടാമത്തെ വണ്ടി ലോഡാണെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ രണ്ടാമത്തെ ലോഡിന്റെ പാസ് എവിടെ? അത് ഈ ഒരു പാസേ ഉള്ളൂ. അതുകൊണ്ടാണ് വണ്ടി ഞങ്ങൾ സ്റ്റേഷനിലോട്ട് മാറ്റിയത്. അതുകൊണ്ടാണ്, അതാണ് അതിന്റെ കാരണം. മനസ്സിലായില്ലേ? സമാധാനം പറയേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞോളാം കേട്ടോ, ഞാൻ വെരിഫൈ ചെയ്ത് പറഞ്ഞോളാം. പാസ് കൂടാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഏതാ, നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. അനാവശ്യ കാര്യങ്ങൾക്കായി ഏരിയ സെക്രട്ടറി നിരന്തരം ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ വ്യക്തമാണ്. ഭീഷണി വെളിപ്പെട്ടിട്ടും പാർട്ടി ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.